2014 മെയ് 15 വർഷത്തിന് ശേഷം ക്യാമ്പ് നൗവിൽ നിന്ന് പുയോൾ തിരിഞ്ഞു നടക്കുകയാണ്. 10 വർഷമായി ബ്ലോഗറാനയുടെ നായകൻ, 3 ചാമ്പ്യൻസ് ലീഗ്, 6 ലീഗ്, 2 കോപ്പ ഡെൽ റേ, 21 കിരീടങ്ങൾ നേടിയ നായകൻ അയാൾ വിട പറയുന്നു. അതേസമയം ഗർഡിയോള എന്ന സഹകളിക്കാരൻ, പരിശീലകൻ അയാളെ ഓർമ്മിച്ചെടുക്കുന്നു. അപ്പോൾ ക്യാമ്പ് നൗവിലെ കാണികളുടെ മനസ്സിലും തങ്ങളുടെ പ്രിയ നായകന്റെ ചിത്രമായിരുന്നു. ക്യാപ്റ്റൻ, ഫുട്ബോളിൽ ക്യാപ്റ്റൻ എന്നാൽ മറഡോണയെ പോലെയാകണമെന്നൊരു ചിന്തയുണ്ട്. എന്നാൽ പുയോൾ മറഡോണയെ പോലെയായിരുന്നില്ല. തർക്കങ്ങളിൽ നിന്ന് സഹകളിക്കാരെ പിന്തിരിപ്പിക്കുന്നവൻ, ഏത് പ്രക്ഷുബ്ധ ഘട്ടത്തിലും നഷ്ടപ്പെടാത്ത മനസാന്നിധ്യം. അയാൾ കളിക്കാരെ പ്രചോദിപ്പിച്ചത് അവർക്ക് മാതൃകയായിട്ടായിരുന്നു. ഉറക്കെ ശബ്ദമിട്ട് ഉച്ചത്തിൽ അലറിയായിരുന്നില്ല. തങ്ങളിൽ നിന്നും വിട്ടുപോയ തങ്ങളുടെ കൂട്ടുകാരൻ ഡീഞ്ഞോ പരാജിതനായി തിരിഞ്ഞു നടക്കുമ്പോൾ തങ്ങളുടെ വിജയാഘോഷത്തിൽ പങ്കാളിയാകാൻ അയാളെ ക്ഷണിക്കുകയാണ് പുയോൾ. കളിക്കളത്തിൽ മാരകമായി ഫൗൾ ചെയ്ത് റെഡ് കാർഡ് വാങ്ങിപ്പോകുന്ന റാമോസിനെ ബാഴ്സ കളിക്കാർ നേരിടാനൊരുങ്ങുമ്പോൾ തടയുന്നുണ്ട് അയാൾ. പരിശീലനത്തിന്, കളിക്ക്, എല്ലാത്തിനും ഒന്നാമതെത്തി സഹകളിക്കാരെ പ്രചോദിപ്പിക്കുന്ന നായകനായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെയാണ് ശാന്തശീലനായ പുയോൾ ബാഴ്സ ചരിത്രത്തിലെ മഹാനായ നായകനായത്.